എന്ത് പറയണ ഗൈസ്, വീണ്ടും ശാന്തസുന്ദരമായ ഒരു ഞായറാഴ്ച നമുക്ക് വന്നെത്തിയിരിക്കുകയാണ്. ശാന്തസുന്ദരമായി നമ്മളിവിടെ കുറേ നേരമായിട്ട് ഇരിക്കുന്നു. 6:20 നമ്മളിവിടെ എത്തിയതായിരുന്നു. ഇപ്പോൾ സമയം 6:50 ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിനടുത്ത് ആവാനായിരിക്കുകയാണ്. ഇതുവരെ ഒറ്റ ഓർഡർ പോലും അടിഞ്ഞിട്ടില്ല. ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഒരു മാറ്റവും ഇല്ല. സ്വിഗ്ഗി പഴയ പോലെ തന്നെയായി ഗൈസ്. ഇനി എപ്പോഴാണ് തിരിച്ചു വരിക എന്നറിയില്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 12 മണിക്ക് ശേഷം നല്ല രീതിക്ക് ഓർഡർ ഉണ്ടാവാറുണ്ട്. ഇനി എന്താണ് ഇന്നത്തെ കഥ എന്നുള്ളത് അറിയില്ല, നോക്കാം. അങ്ങനെ അരമണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം നമുക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബടാ ഗഡിയൻ ഓർഡറാണ്. 82 രൂപയുടെ ഓർഡറാണ് സുഹൃത്തുക്കളെ. എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ലോങ് കിട്ടിയാലും വേണ്ടിയില്ല, നമുക്ക് ഏണിങ്സ് ആയാൽ മതിയല്ലോ. ചെറിയ ഓർഡർ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ സുഖമായിരുന്നു, നമുക്ക് സോണിന്റെ ഉള്ളിൽ തന്നെ കളിച്ചാൽ മതിയല്ലോ. ഇത് നമുക്ക് സോണിന്റെ പുറത്തേക്ക് പോകണം. തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് സോണിൽ എത്തുകയും വേണം. മറിച്ച് ഓർഡർ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ സോണിൽ എത്തേണ്ട ആവശ്യമില്ലായിരുന്നു. വരുന്ന വഴിക്ക് തന്നെ എവിടുന്നെങ്കിലും ഒക്കെ ഓർഡർ അടിയുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനല്ലല്ലോ. ഞായറാഴ്ച ആയിട്ടും നല്ല രീതിക്ക് തന്നെ റോഡിലൊക്കെ തിരക്കുണ്ട്. എന്താണാവോ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെ? സാധാരണ റോഡിലൊന്നും ഇത്ര തിരക്ക് വരാറില്ല. വണ്ടികൾ നോക്കിയാൽ സാധാരണ നോർമൽ ദിവസത്തെ വണ്ടികൾ പാസ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട്. ഒരു ഗീ റോസ്റ്റ് ആണ് നമുക്ക് ഓർഡർ കിട്ടിയത്. ഓൾറെഡി ഇത് ഫുഡ് ഡിലേ ആണ്. ഇവരെങ്ങനെ റെഡി അടിക്കാതെ കൊണ്ടുവച്ചിട്ടുണ്ടാവോ? ഇത് ഞാൻ കസ്റ്റമർ ലൊക്കേഷൻ നോക്കിയ സമയത്ത് സോണിന് പുറത്തേക്കൊന്നല്ല ഓർഡർ കിട്ടിയത്. ഇത് നമുക്ക് മാങ്കാവ് ഭാഗത്തേക്കാണ് ഓർഡർ കിട്ടിയത്. അവിടുന്ന് നമുക്ക് നേരെ ഒരു 1 കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻസ്റ്റാമാർട്ടിന്റെ അവിടേക്കൊക്കെ. സോ സോണിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെയാണ്. ഇന്നത്തെ സർച്ച് ഡീറ്റെയിൽസ് രാവിലെ 6 മണി മുതൽ 7 മണി വരെ 35% അപ് ടു 30 റുപ്പീസ് വരെ. പക്ഷെ ആ സർച്ച് ഇനി നമുക്ക് കിട്ടൂല, കാരണം 7 മണി ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞല്ലോ. സമയം 7:10 ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇനി നമുക്ക് 7 മണി മുതൽ 9 മണി വരെ സർച്ച് ഉണ്ട്. അതും 35% ആണ്. പക്ഷെ അപ് ടു 25 റുപ്പീസ് വരെയുള്ളൂ. ഭാഗ്യത്തിന് ഇന്ന് ഉച്ചയ്ക്കും നമുക്ക് സർച്ച് ഉണ്ട്. 12 മണി മുതൽ 3 മണി വരെ 35% അപ് ടു 30 റുപ്പീസ് വരെ. ഇന്നാളൊന്നും ഉച്ചയ്ക്ക് സർച്ച് ഇല്ലായിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഉച്ചയ്ക്ക് സർച്ച് കിട്ടിയത്. ഇവരെന്തിനാണ് ഈ സൂപ്പർ നവംബർ 2000 പെർ ഡേ എന്നൊക്കെ എഴുതിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. 24 hours ഓടേണ്ടി വരും. ഞാനിന്ന് രാവിലെ തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈം വരെ ബുക്ക് ചെയ്ത സമയത്ത് 1100 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. മിനിമം 700 സംതിങ് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാലോ എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. എന്തായാലും ഫുഡ് റെഡി ആവാൻ ഇനി ഒരു 10 മിനിറ്റ് കാത്തിരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നൈസ് ആയിട്ട് നടക്കാനുള്ള ഇഡ്ഡലി കടയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനിയിപ്പോ നമ്മൾ പോവാൻ പോകുന്നതെന്ന് പറയുന്നത് മാങ്കാവ് ഭാഗത്തേക്കാണ്. സോ മാങ്കാവ് ഭാഗത്തൊന്നും നമ്മുടെ ഈ ഇഡ്ഡലി പോലത്തെ ഉള്ള, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമുക്ക് നമ്മളെ പോലുള്ള ഡെയിലി പണിയെടുക്കുന്ന ആൾക്കാർക്കുള്ള ഫുഡൊന്നും അവിടെ കിട്ടൂല. പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ പൊറാട്ട നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ കൂടെ ഈ സാൽന, ഈ ചാറ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, അതിനകത്ത് മുക്കി തിന്നാമായിരുന്നു. ഇപ്പൊ ഒന്നും ഹോട്ടലുകാർ അതും തരൂല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റൂല. പിന്നെ പൊറാട്ടയൊന്നും ഡെയിലി കഴിക്കുന്ന അത്ര നല്ലതുമല്ല. ഭാഗ്യത്തിന് ഇഡ്ഡലി കട തുറന്നിട്ടുണ്ട്. ഇതാകുമ്പോ നമുക്ക് വയറിന് അത്ര കേടുമില്ല, ഹോംലി ഫുഡും കിട്ടും, നൈസായിട്ട് ഇഡ്ഡലിയും ചായയും കുടിക്കാം. നമ്മളങ്ങനെ ഇഡ്ഡലി കടയിൽ എത്തിയിരിക്കുകയാണ്. ഇഡ്ഡലി ഇല്ലേ ചേട്ടാ? ഇഡ്ഡലി ഉണ്ടോ? ഒരു 3 ഇഡ്ഡലി അവിടെ, ഒരു 3 എണ്ണം ഇഡ്ഡലി, ചട്നി, നല്ല അടിപൊളി ഇഡ്ഡലി. രാവിലത്തെ നമ്മുടെ ആദ്യത്തെ ഓർഡർ തന്നെ മൂഞ്ചലാവൂ. എത്ര നേരമായി നമ്മൾ കാത്തിരിക്കുന്നു. നമ്മളിപ്പോ ചായ കുടിക്കാനായിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്തു, എന്നിട്ട് പോലും ഓർഡർ റെഡി ആയിട്ടില്ല. നൈസായിട്ടൊന്ന് ചോദിച്ചു നോക്കാം. എന്റെ 23 മിനിറ്റ് ആയി. നമ്മൾ പെട്ടു ഗൈസ്. ഇപ്പൊ നമുക്ക് 23.5 മിനിറ്റ് 24 മിനിറ്റിന്റെ അടുത്ത് നമുക്ക് ഇവിടെ പോസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അതിരാവിലെ തന്നെ. രാവിലെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇറങ്ങുന്നത് ഈ സർജ് ബോണസും രാവിലത്തെ ആ തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു തണുപ്പൊക്കെ ഉള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഇത് കിട്ടുമ്പോഴേക്കും നമ്മുടെ സർജൊക്കെ ഏറെക്കുറെ തീരും ഗൈസ്. 9 മണി വരെയാണ് സർജ്. ഈ ഒരു ഗീ റോസ്റ്റിന് നമുക്ക് എടുത്ത ടൈം എന്ന് പറയുന്നത് 37 മിനിറ്റ് ആണ് സുഹൃത്തുക്കളെ. ഞാനിത് അവനോട് ചോദിച്ച സമയത്ത് അവൻ വിചാരിച്ചു കുറെ ഐറ്റംസ് ഉണ്ടെന്ന്. പക്ഷെ ഒറ്റ ഗീ റോസ്റ്റ് മാത്രമേ ഉണ്ടോ എന്നുള്ള അവൻ വിചാരിച്ചില്ല. പിന്നീടാണ് അവൻ ഓർഡർ ശ്രദ്ധിക്കുന്നത്. അതായത് ഒരു 35ാമത്തെ മിനിറ്റിലാണ് അവൻ ഓർഡർ ശ്രദ്ധിക്കുന്നത് ഇത് വെറും ഒരു ഗീ റോസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത് നോക്കിക്കഴിഞ്ഞ ശേഷം നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഓർഡർ കിട്ടി. എന്തായാലും വേണ്ടിയില്ല. ഇത് നമുക്ക് പോകാനുള്ളത് മാങ്കാവ് ഭാഗത്തേക്കാണ്. പോകാനായിട്ട് നമുക്ക് ഒരു 5-8 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. അപ്പൊ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. അങ്ങനെ 8 കിലോമീറ്ററിന്റെ റൈഡിന് ശേഷം നമ്മളിപ്പോ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് നമുക്ക് PVSന്റെ ഒരു ഫ്ലാറ്റിലേക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. സോ നമ്മളിപ്പോ ഏതാണ്ട് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തി. ഇനിയിപ്പോ ഫ്ലാറ്റിന്റെ അകത്തേക്ക് എന്തായാലും ക്യാമറ അലോഡ് ആയിരിക്കില്ല. അപ്പൊ ഞാൻ പോയിട്ട് ഇത് കൊണ്ടു കൊടുത്ത് വരാം സുഹൃത്തുക്കളെ. രണ്ടാമത്തെ ഓർഡർ അടിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കിട്ടുന്ന ഓർഡറിന്റെ വലുപ്പം നോക്കിയേ 63 രൂപ. സൽക്കാര ബൈ പാരഗൺ ഗോവിന്ദപുരത്തുനിന്ന് ഓർഡർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോ ആദ്യത്തെ ഓർഡർ കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. നമുക്ക്
നമുക്ക് ഈ ഓർഡർ നല്ല രീതിയിൽ സെർച്ച് ഉണ്ട്. സംഭവം ഓർഡർ ഇല്ലെങ്കിലും കിട്ടുന്ന ഓർഡർ ഇതേമാതിരി വലുപ്പത്തിലുള്ളതാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഈ പറഞ്ഞ പോലെ സോണിന് പുറത്തേക്ക് ആവാതിരുന്നാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. നൈസായിട്ട് നടുവേദന എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഈ ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്ന സമയത്ത് അത് നടുവിനൊരു പണിയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഡിസ്ക് പൾച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടപ്പിലാവും ഗൈസ്. ഇന്ന് കിട്ടിയ 2 ഓർഡറും നമുക്ക് സൽക്കാരബൈ പാരഗൺ തന്നെ. പക്ഷെ ഒന്ന് നടക്കാവുള്ളതും ഒന്ന് നമ്മുടെ ഗോവിന്ദപുരത്തുള്ളതും 3520 ഓർഡർ റെഡി അടിച്ചാണല്ലോ. പുട്ട്, ഇടിയപ്പം, വെജ് സ്റ്റൂ, ചിക്കൻ സ്റ്റൂ. ഓഫ്, ചിക്കൻ സ്റ്റൂ ഒരു കിടിലൻ സംഭവമാണ് കേട്ടോ. കാരണം നല്ല ചൂട് വെള്ളപ്പത്തിന്റെ കൂടെ ഈ ചിക്കൻ സ്റ്റൂ ഒക്കെ കിട്ടിയാണ്ടല്ലോ, ഓഫ് പൊന്നെ സ്വർഗം. ഓ മൈ ഗോഡ്, ഇത് നമുക്ക് ഹൈലൈറ്റ് മാളിന്റെ അടുത്തേക്കാണല്ലോ ഓർഡർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനെന്താ റിട്ടേൺ ബോണസ് ഇല്ലാഞ്ഞ്? സർജ് ബോണസ് ഉള്ളത് കൊണ്ടായിരിക്കില്ലേ റിട്ടേൺ ബോണസ് തരാഞ്ഞ്? കോപ്പിലെ പരിപാടി കാണിക്കരുത് എന്തായാലും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓർഡർ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഓർഡർ കിട്ടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോവാ. ഇതിപ്പോ സോണിന് പുറത്തേക്കുള്ള ഓർഡർ, അതോ റിട്ടേൺ ബോണസ് കിട്ടിയിട്ടില്ല. ഇനി തിരിച്ചു വരുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ സോണിന്റെ അകത്ത് കയറി റെസ്റ്റോറന്റിന്റെ അടുപ്പ് കയറി നിന്നാലേ അടുത്ത ഓർഡർ കിട്ടുള്ളൂ. എന്തായാലും വേണ്ടില്ല ഗൈസ്, ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് പൂവങ്കൽ ഭാഗത്തേക്കാണ്, ഹൈലൈറ്റ് മാളിന്റെ അടുത്തേക്കാണ്. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും അമ്പലത്തിൽ പോകേണ്ട തിരക്കാണ് ഗൈസ്. ദേ പോകുന്നു കുറച്ച് പേര്, അങ്ങനെ ഫുൾ റോഡ് നിറച്ച് അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ്. നമ്മളങ്ങനെ ഏതാണ്ട് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലുള്ള വീടാണെന്നാണ് ഇതിൽ മാപ്പിൽ കാണിക്കുന്നത്. സോ ഇവിടുന്ന് വിളിച്ചു നോക്കേണ്ടി വരും. കൃഷ്ണ എന്നാണ് വീട്ടുപേര്. ഇതാണോ കൃഷ്ണ? യെസ്, കൃഷ്ണ. താങ്ക് യു. സോ നമ്മുടെ രണ്ടാമത്തെ ഓർഡറിന് നമുക്ക് ടിപ്പ് കിട്ടിയിരിക്കുകയാണ് 20 രൂപ. ഈ ഡെലിവറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വാങ്ങോട്ട് എന്താ വരാത്ത 63 രൂപയാണ് സുഹൃത്തുക്കളെ. 16 രൂപയാണ് നമുക്ക് സർജ് ബോണസ് കിട്ടിയത്. സമയം ഇപ്പൊ 8:30 മണി ആയിരിക്കുകയാണ്. ഇനി 1/2 മണിക്കൂറും കൂടെ നമുക്ക് സർജ് അവൈലബിലിറ്റി ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സർജ് ഉള്ള ഓർഡറും കൂടെ കിട്ടും. ഭാഗ്യത്തിന് സർജ് തീരുന്നതിന് മുന്നേ നമുക്കൊരു 20 രൂപയുടെ ഓർഡറും കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ഓർഡറിൽ നമുക്ക് 9 രൂപ സർജ് ഉണ്ട്. പക്ഷെ ഓർഡർ ഏണിങ്സ് ആയിട്ട് നമുക്ക് 20 രൂപ തന്നെയാണ് കാണിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കസ്റ്റമർ ലൊക്കേഷൻ അതിന് തൊട്ടടുത്തായിട്ട് എവിടെയോ ആണ്. അതായത് ഇത് ടോട്ടലി ഓടാനുള്ളത് വെറും 1-2 കിലോമീറ്റേഴ്സ് മാത്രമായിരിക്കും. ഞാനിപ്പോ ആക്ച്വലി ഓർഡർ ഒന്നും കിട്ടാത്ത സമയത്ത് നല്ലൊരു മരത്തണൽ ഇതേമാതിരി കിട്ടിയപ്പോൾ ഞാനിതേ ബൈക്കൊക്കെ നിർത്തി ലുലു മാളിന്റെ വാളിൽ ഞാനിങ്ങനെ ചാരി ഇരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോഴാണ് നമുക്ക് ഈ 3ാമത്തെ ഓർഡർ കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇത് റെസ്റ്റോറന്റ് തന്നെ ഓർഡർ കിട്ടുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി അവര് തന്നെ ഓർഡർ ചെയ്താണെന്ന് തോന്നുന്നു. കസ്റ്റമർ ലൊക്കേഷൻ കാണിക്കുന്നത് റെസ്റ്റോറന്റ് ലൊക്കേഷന്റെ ആ ഭാഗത്ത് തന്നെയാണ്. നമുക്കിപ്പോ ഓർഡർ കിട്ടിയിരിക്കുന്നത് MS ഹോം ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലൗഡ് കിച്ചണിൽ നിന്നാണ്. ഇത് ആക്ച്വലി ഒരു വീട്ടിൽ നിന്നാണ് ഇവർ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് സ്വിഗ്ഗിയിലേക്ക് ഓർഡർ തരുന്നത്. സോ നമുക്കിപ്പോ റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത്. സോ MS ഹോം ഫുഡ് നിങ്ങൾ കണ്ടില്ലേ, 1/2 ലിറ്റർ കടലക്കറിയും. ഇത് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് വെറും 100 മീറ്റർ അപ്പുറത്തുള്ള അപ്പാർട്ട്മെന്റിലേക്കാണ്. കൈലാഷ് അപ്പാർട്ട്മെന്റ് എന്ന് പറയും. അത് ആക്ച്വലി ഈ വീടിന് തൊട്ട് ബാക്ക് സൈഡിലായിട്ടൊക്കെയാണ് ഈ അപ്പാർട്ട്മെന്റ് വരുന്നത്. ഈ കാണുന്ന മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മുടെ കൈലാഷ് അപ്പാർട്ട്മെന്റ് ആണ്. ഈ അപ്പാർട്ട്മെന്റ് തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ റെസ്റ്റോറന്റ് ലൊക്കേഷൻ ഇരിക്കുന്നത്. ചേട്ടാ A18 A18 എന്ന അപ്പാർട്ട്മെന്റ് വരുന്നത് 3rd ഫ്ലോറിലാണ്. സോ നമ്മളിപ്പോ 3rd ഫ്ലോറിലേക്ക് പോവുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ പടം? അടിപൊളിയാണോ? പൃഥ്വിരാജ് പൊളിച്ചടക്കിയോ? പുഷ്പ കോപ്പിയാന്നൊക്കെ പറയുന്നുണ്ട്. ഗൈസ് സ്വിഗ്ഗിയുടെ പുതിയൊരു ഉടായ്പ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ആദ്യമേ ഉണ്ട്, പക്ഷെ ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. നമുക്ക് ബാച്ച് ഓർഡർ കിട്ടുന്ന സമയത്ത് സോണിന് പുറത്തേക്കാണെങ്കിൽ റിട്ടേൺ ബോണസ് കിട്ടൂല. നമുക്കിപ്പോ പാരഗൺ റെസ്റ്റോറന്റിലേക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. എന്റെ പൊന്നെ, എത്ര ഡെലിവറി ബോയ്സാ നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 ഡെലിവറി ബോയ്സ്. ആസ് യൂഷ്വൽ നമുക്ക് ഈ ഓർഡർ കിട്ടാനായിട്ട് 1/4 മണിക്കൂർ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിക്കൻ വരട്ടിയത്, കാന്താരി ഗ്രിൽഡ് ആവോലി. ദേ അടുത്ത ഡെലിവറി എക്സിക്യൂട്ടീവ് ഇതിലെ വരുന്നു, സൊമാറ്റോ. മൊത്തം ഒരു 10-15 ആൾക്കാർ ഇവിടെ ഇപ്പൊ ഉണ്ട്. ദേ വരുന്ന അടുത്ത 2 പേര്. ഓൾറെഡി ഫുഡൊക്കെ എപ്പോഴോ റെഡി ആയി കിടക്കുന്നുണ്ടല്ലോ. ഇവര് റെഡി അടിച്ചിട്ടില്ല, അതാണ് വിഷയം. 4265 പക്ഷെ റെഡി അടിച്ചില്ല. പിന്നെ 5005 ഈ സാധനമൊക്കെ എപ്പോഴോ റെഡി ആയി കിടക്കുകയാണ്. ഇവന്മാര് റെഡി അടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഡിലേ ആയത്. ബാച്ച് ഓർഡറിൽ ഡിലേ ആയ പ്രശ്നമാണ്. ചുമ്മാ ഒന്ന് അവര് ഫുഡ് വെച്ച ആ കൂട്ടത്തിലേക്ക് ചുമ്മാ നോക്കിയതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നമ്പർ അവിടെ കിടക്കുന്നത് കണ്ടത്. ഡെലിവറി ബോയ്സ്
ഓരോ മിനിറ്റ് കഴിയുമ്പോഴാണ് പാരഗണിലേക്ക് പാഞ്ഞെത്തുന്നത്. പക്ഷെ പോകുന്നത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഓർഡർ നമുക്ക് 2 എണ്ണം കിട്ടിയിരിക്കുന്നത്. 2 നമുക്ക് ഔട്ട് ഓഫ് സോൺ ഏരിയയിലേക്കാണ്. 2 ഓർഡറിനായിട്ട് എനിക്ക് 100 രൂപ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ വിഷയം ഇതെനിക്ക് സോണിന് പുറത്തേക്കായിട്ടാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. എനിക്ക് തിരിച്ചു വരാനായിട്ടുള്ള എമൗണ്ട് ഒന്നും ഇതിനകത്ത് നമുക്ക് തന്നിട്ടില്ല. സമയം അങ്ങനെ 1:15 ആയിരിക്കുകയാണ്. കറന്റ് നമ്മളിപ്പോ ഓടി കിലോമീറ്റർ വന്നിട്ട് 86 കിലോമീറ്റർ ആണ് സുഹൃത്തുക്കളെ. 430 രൂപയാണ് നമ്മൾ ഇപ്പോഴത്തെ ഏണിങ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 11ാമത്തെ ഓർഡർ ആണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. ഈ ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 12 എണ്ണം കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് 13 എണ്ണം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ 2ാമത്തെ ഇൻസെന്റീവ് സ്ലാബിലേക്ക് കംപ്ലീറ്റ് ആക്കപ്പെടുന്നത്. ഇനിയിപ്പോ 3ാമത്തത് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ മൊത്തം 7 എണ്ണം ഇനി ബാലൻസ് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഈ ഉച്ച ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർഡർ ഒന്നും നോക്കണ്ട, കിട്ടൂല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് 3ാമത്തെ സ്ലാബ് അടിക്കാതെ പോരേണ്ടി വരും. ഞാനിപ്പോ 500 രൂപയാണ് പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിപ്പോ ഇൻസെന്റീവ് അടിച്ചാലും ഇല്ലെങ്കിലും 500 രൂപ കിട്ടിയാൽ നിർത്തിയാലോ എന്നുള്ള മൈൻഡിലാണ്. കാരണം നടുവേദന ഇപ്പൊ നൈസായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഓൾറെഡി ഈ സ്വിഗ്ഗി ജോലിയൊക്കെ തുടർന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നടുവൊക്കെ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നൈസായിട്ട് എനിക്ക് പെയിൻ വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാറാണ് പതിവ്. പിന്നെ വർക്കൗട്ട് നന്നായിട്ട് കൊടുക്കണം, നമ്മൾ ഫുഡും കുറയ്ക്കണം. അപ്പൊ ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് വെള്ളിമാടുകുന്ന് ഭാഗത്തേക്കാണ്. പോകാനുള്ള ദൂരം 6 കിലോമീറ്റർ ആണ് സുഹൃത്തുക്കളെ. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ വരട്ടിയത്, ചോറ്, അങ്ങനെയായിട്ടുള്ള 2 പാക്കേജ് എന്തൊക്കെയോ ഐറ്റംസുകൾ ഉണ്ട്. അപ്പൊ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. ബാച്ച് ഓർഡറിലെ ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. KSRTC ഒക്കെ കൊല്ലാനായിട്ടാണല്ലോ വരുന്നത് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് പോകാനുണ്ട്. മലാപ്പറമ്പ് ഏരിയ ആണ്. സോ ഫസ്റ്റ് ഓർഡർ നമുക്ക് മലാപ്പറമ്പ് ഹൗസിംഗ് കോളനിയുടെ ഉൾഭാഗത്തേക്ക് എവിടേക്കോ ആണ്. ഇത് ഇവിടേക്ക് എവിടേക്കോ ആണല്ലോ. ഈ ഓർഡറിലാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ഫസ്റ്റത്തെ ക്യാഷ് ഓൺ ഡെലിവറി എമൗണ്ട് കിട്ടുന്നത്. ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇത് നമുക്ക് 212 രൂപയുടെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നുണ്ട്. 5005. അയ്യോ, ചേഞ്ച് ഇല്ലല്ലോ. ഓക്കെ, ശരി. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയുടെ ബാലൻസ് ഇതേപോലെ തിരിച്ചു കൊടുക്കാനായിട്ട് ഗൂഗിൾ പേയിൽ എപ്പോഴും ക്യാഷ് വെക്കുന്നത് നല്ലതാവും. എന്റെ അക്കൗണ്ടിൽ ഇന്ന് 1 രൂപ മാത്രമാണ് സുഹൃത്തുക്കളെ ഉള്ളത്. അതുകൊണ്ട് കുടുങ്ങിപ്പോയി. ഭാഗ്യത്തിന് അവരുടെ കയ്യിൽ ചേഞ്ച് ഉള്ളത് കൊണ്ട് നമ്മൾ കഴിച്ചിലായി. ഇല്ലെങ്കിൽ നമ്മൾ ആ 500 രൂപയും കൊണ്ട് ഈ നാട് നീള ചേഞ്ചിന് വേണ്ടി തെണ്ടേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറി അവർ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നതെങ്കിൽ എന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വാങ്ങുന്നത്. അതല്ലാതെ സ്വിഗ്ഗിയുടെ അക്കൗണ്ട് ഞാൻ ഒരിക്കലും കൊടുക്കാറില്ല. 2ാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ലോ കോളേജിന്റെ അടുത്തേക്കാണ്. സോ ഗോ ടു ദ നെക്സ്റ്റ് കസ്റ്റമർ ലൊക്കേഷൻ. ഇതിന്റെ അകത്ത് ബേസ് കോട്ടേജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഇത് പോലീസ് കോട്ടേജ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതേ പോലീസുകാരൊക്കെ പോകുന്നുണ്ടല്ലോ. ഇവിടെ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ക്വാർട്ടേഴ്സും പരിപാടികളും അവരുടെ ക്യാമ്പ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആ റോഡിനാണ് പോകുന്നത്. ഇത് AR ക്യാമ്പ് റോഡ് എന്നാണ് ഇതിന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ ലൊക്കേഷൻ ആണ്. ഓ, ഞാൻ ഇങ്ങോട്ടേക്ക് മുന്നേ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു വീടാണ്. ബേസ് കോട്ടേജ് എന്ന് പറഞ്ഞ വീടാണ്. ഇവിടുന്ന് ലെഫ്റ്റിലുള്ള വീടാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ശരി. ഞാൻ മിക്കവാറും നമ്മുടെ 3ാമത്തെ സ്ലാബിലേക്കൊന്നും നിൽക്കൂല. കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഇനി നമുക്ക് 7 ഓർഡർ എടുക്കണമല്ലോ. ഏകദേശം ഈ പറഞ്ഞ പോലെ 3 മണി കഴിഞ്ഞാൽ പിന്നെ ഓർഡർ അടിയൂല. കാരണം പീക്ക് ടൈം അവസാനിച്ചല്ലോ. പിന്നെ നമ്മൾ വൈകുന്നേരം 6 മണി വരെയൊക്കെ നിൽക്കേണ്ടി വരും. സോ അത്രയും മണിക്കൂർ നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് നമ്മൾ 6 മണിക്ക് 6:30ക്കൊക്കെ സോണിൽ എത്തിയതാണ്. വീണ്ടും 6-6:30 വരെ നിൽക്കുക എന്ന് പറയുന്നത് 12 മണിക്കൂർ സോണിലോ. എന്താപ്പത് കഥ. മാക്സിമം നമുക്ക് സർച്ച് കഴിയുന്ന വരെയുള്ള ഓർഡറുകൾ എടുക്കാം. അതായത് 3 മണി വരെയുള്ള ഓർഡറുകൾ എടുത്തിട്ട് നമുക്ക് നൈസായിട്ട് ഒരു 500-600 രൂപേന്റെ അടുത്ത് പ്രോഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ, 500 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ കഴിയും. എന്തായാലും ലാസ്റ്റ് ഒരു ഓർഡറും കൂടെ കംപ്ലീറ്റ് ആക്കുമ്പോഴേക്കും നമ്മുടെ 2ാമത്തെ സ്ലാബ് തീരും. എന്റെ അമ്മോ, നമ്മളിപ്പോ സോണിലേക്ക് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 കിലോമീറ്റർ കണ്ട് സോണിലേക്ക്. സോണിന് പുറത്തുനിന്ന് 74 രൂപയുടെ ഓർഡർ അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് മലബാർ റെസ്റ്റോറന്റ്. എന്ത് പറ്റിയുടെ സ്വിഗ്ഗിക്ക് വട്ടായ വീണ്ടും. എന്റെ അമ്മ, ഇങ്ങോട്ട് നോക്കിയാൽ 151 രൂപയുടെ ബാച്ച് ഓർഡർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതും 2 മലബാർ റെസ്റ്റോറന്റും തന്നെ. എന്തുവാ ഇത്? അപ്പൊ 74 രൂപയുടെ ഓർഡർ ആയിരിക്കും മേ ബി ഈ ഓർഡർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓടാനുണ്ടാവും സുഹൃത്തുക്കളെ. ഇതും ഇനി ഏത് പട്ടിക്കാട്ടിലേക്കാണ് ഓർഡർ കിട്ടുന്നത്. എങ്ങോട്ടാണെങ്കിലും നമ്മുടെ വീടിന്റെ ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് ആ വഴി അങ്ങ് പോവാമായിരുന്നു. എങ്ങോട്ടാണെന്ന് നോക്കിയിട്ടില്ല. അത് റെസ്റ്റോറന്റിൽ എത്തിയിട്ട് വേണം നോക്കാനായിട്ട്. മലബാർ റെസ്റ്റോറന്റിൽ എന്തോ പണി നടക്കുന്നത് കൊണ്ട് അവിടുത്തെ ഓർഡർ മൊത്തം കൈകാര്യം ചെയ്യുന്നത് ക്ലോക്ക് ടവർ റെസ്റ്റോറന്റിലാണ്. ഇപ്പൊ മാറ്റിയൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മളിപ്പോ ക്ലോക്ക് ടവർ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. ഓ, ഇത് ഒരു ഓർഡർ മലബാറിന്നും ഒരു ഓർഡർ ക്ലോക്ക് ടവറിലുമാണ് സുഹൃത്തുക്കളെ. സോ മലബാർ റെസ്റ്റോറന്റ് കണ്ടില്ലേ, പച്ചയൊക്കെ വിരിച്ചിട്ട് ഫുൾ പണിയായിട്ട് കിടക്കുന്ന. എന്തായാലും ഓർഡർ റെഡി ആയിട്ടില്ല. 2ന്റെ ഓർഡർ ഒരു സ്ഥലത്ത് നിന്നായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ ഫ്രണ്ട് കാണുന്ന ഡെസ്കിൽ നിന്ന് മലബാറെന്നും അപ്പുറത്തെ ഡെസ്കിൽ നിന്ന് ക്ലോക്ക് ടവറെന്നും. ആദ്യം ക്ലോക്ക് ടവർ, ഇനി മലബാർ.
ഞാൻ ഈ ഓർഡറിന്റെ ലൊക്കേഷൻ നോക്കിയ സമയത്ത് ഇത് എനിക്ക് ഏറെക്കുറെ വീടിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിലേക്കാണ് കിട്ടിയത്. അപ്പൊ ഏറെക്കുറെ എന്നോട് പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബാച്ച് ഓർഡറിൽ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് പുതിയാപ്പ ഭാഗത്തേക്കാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ ലൊക്കേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. കാർത്തിക ദീപം എന്നാണ് വീട്ടുപേര്. മിക്കവാറും നമുക്ക് കസ്റ്റമറെ വിളിച്ചു നോക്കേണ്ടി വരും. ഇതാണോ വീട്? യെസ്, എക്സാക്ട് ലൊക്കേഷനാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ളത് കുറച്ചധികം പോകാനുണ്ട്. ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 5-6 കിലോമീറ്ററിനടുത്ത് നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാനുണ്ട്. അവിടുന്ന് വെറും 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എനിക്ക് എന്റെ വീട്ടിലേക്ക് ഗൈസ്. അപ്പൊ നമ്മൾ നൈസായിട്ട് പോകുന്നതല്ലേ നല്ലത്. കാരണം സമയം ഇപ്പൊ 2 മണിയായിരിക്കുകയാണ്. ഇനിയിപ്പോ തിരിച്ചു വന്നിട്ട് 3 മണിക്ക് ശേഷം ഞാൻ പറഞ്ഞില്ല ഓർഡർ എന്തായാലും അടിയാൻ പോണില്ല. കറന്റ് ഇപ്പൊ നമ്മൾ 103 കിലോമീറ്റർ ഓടുകയും ചെയ്തു. നമുക്ക് ഈ ഓർഡറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, ഞാനിവിടെ ലൊക്കേഷനിൽ എത്തിയിട്ട് മറ്റേ ഒറ്റക്കണ്ടത്തിൽ നീങ്ങിയിട്ട് ഒരു പാലം എത്തിയേ. പാലത്തിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നീ പറയണ്ടേ എന്നാല് പിടിച്ചോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഏണിങ്സ് വന്നിട്ട് നമുക്ക് 1200 രൂപയാണ് സുഹൃത്തുക്കളെ കിട്ടിയത്. സൺഡേ ആയതുകൊണ്ടാണ് നമ്മുടെ 3ാമത്തെ സ്ലാബിലായിട്ട് പോലും ഇത്രയും വലിയൊരു ഏണിങ്സ് കാണിക്കുന്നത്. കാരണം സർജ് ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ടോട്ടലി നമുക്ക് എക്സ്പെൻസ് വന്നിട്ട് 400 രൂപയാണ്, ഫുഡ് ആൻഡ് പെട്രോൾ എക്സ്പെൻസ് വന്നിട്ട്. അപ്പം മൊത്തത്തിൽ നമ്മുടെ പ്രോഫിറ്റ് 800 രൂപയാണ് സുഹൃത്തുക്കളെ. സൺഡേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇത്ര കണ്ടാൽ പോരാ. മാക്സിമം നമുക്കൊരു 1000 രൂപയെങ്കിലും പ്രോഫിറ്റ് അടിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാമായിരുന്നു വൈകുന്നേരം വരെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഞാൻ നിന്നില്ല ഗൈസ്. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.